ആണ് ഗാർണിയിൽ നിന്നും. ഇടത്തെ സൈഡ് ഫുൾ യരവനാണ് അത് കാണുന്നത്. ഇടത്തെ സൈഡ് കാണുന്നത് യരവൻ സിറ്റിയാണ്. സൈഡില് മലകൾ മാത്രം. മുമ്പിലുള്ള റോഡ് കണ്ടോ നിങ്ങൾ? ഭയങ്കര ഹൈറ്റിലേക്കാണ് ഇത് പോകുന്നത്. നമ്മള് ദുബായിലെ മരുഭൂമി കാണുന്ന പോലെ ഇവിടുത്തെ മരുഭൂമി നിറച്ച് മഞ്ഞാണ്. മരുഭൂമി. ഇതാണ് ഞങ്ങൾ ഡിലീജിയനിൽ കിട്ടിയ റിസോർട്ട്. ഇത് ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂമിൽ തന്നെ കിച്ചൺ വരുന്നുണ്ട്. എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ചുക്ക് കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ വ്യൂ വരുന്നത്. ഡിലിജനിലുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിത്. ഇവിടെ എടുത്തത് ഒരു റിസോർട്ട് പോലെയുള്ളൊരു സ്റ്റേ ആണ്, ഒരു ഹോട്ടലല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ള വ്യൂ ആണിത്. നമ്മൾ ഗാർണിയിലുള്ള അത്ര തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല ചിലപ്പോൾ. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് പാർസ് ലേക്കിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഡിലിജനിൽ വരുമ്പോൾ ഡിലിജൻ ടൗണിൽ തന്നെ സെൻട്രലിൽ തന്നെ സ്റ്റേ എടുക്കാൻ ശ്രമിക്കണം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ അങ്ങനെ എടുക്കണം എന്നില്ല. ഡിലിജൻ ടൗണിൻ്റെ അടുത്തേക്ക് തന്നെ എടുക്കണം എന്നില്ല. ഇങ്ങനെ കുറച്ച് ദൂരത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ട് അവിടെയുള്ള ലോക്കൽ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതായത് ഓരോ ആൾക്കാരുടെ വീട്, പഴയ ടൈപ്പ്, അവരുടെ ഇവിടുത്തെ ടൈപ്പ് വീട്, അങ്ങനത്തെ ഓരോന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് എടുത്താലും ഞാൻ നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലേ, അതൊരു പ്രശ്നമല്ല. നല്ല രസമാണ് ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. ഇവിടെ ചുറ്റും മലകളാണ്, കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഡിലിജൻ എന്ന് പറയുന്നത് പിന്നെ അർമേനിയയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അല്ലേ? അങ്ങനെന്തല്ലേ അറിയപ്പെടുന്നുണ്ട്. ഈ ദൂരെ കാണുന്ന മലകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓറിയോൻ്റെ ഐസ്ക്രീം പോലെ തോന്നുന്നുണ്ടോ? അത് ഇവിടെയല്ല, നമ്മള് മറ്റേ വന്ന സ്ഥലത്ത്. ഇവിടെ അത്ര തോന്നുന്നില്ല. ഇവിടെ കുറെ മല തന്നെ ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഡിലിജൻ ടൗണിലേക്ക് പോകുമ്പം കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെയും. ഇവിടെ തേനീച്ച, നമ്മുടെ നാട്ടിലെ തേനീച്ചക്കൂട് പോലത്തെ ഇങ്ങനെ പെട്ടികൾ കാണുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇവിടെ ആരുമില്ല ഒന്ന് ചോദിക്കാൻ പോലും. ഇന്നലെ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ആ ചേട്ടൻ്റെ വീടെന്ന് തോന്നുന്നു. ഇവിടെ മനുഷ്യന്മാർ പുറത്തിറങ്ങാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരെയും പുറത്ത് കാണുന്നില്ല. ഇവിടെ വെറുതെ കിടക്കുന്ന കുറച്ച് കറുത്ത മണ്ണുണ്ട്. ഇവർക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തോടെയാണ് ഞാൻ ആലോചിക്കുന്നത്. മഞ്ഞ് വീഴാറുണ്ട്, പക്ഷെ ഇപ്പം മഞ്ഞൊന്നും ഇല്ലല്ലോ. നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് തോന്നുന്നല്ലോ അല്ലേ? ഇങ്ങനെ മഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് അല്ലേ അവിടെയൊക്കെയും? എനിക്ക് തോന്നുന്നു ഈ ഒരു കാലാവസ്ഥയ്ക്കൊന്നും വളരൂലെന്ന് തോന്നുന്നു. ഇത്രയും റിസോർട്ടുകൾ ഇവിടെയുള്ള സ്ഥിതിക്ക് ഇവിടുത്തെ റോഡ് അവരൊന്ന് കുറച്ച് ഭംഗിയാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ റോഡ് മൊത്തം ചളി പിടിച്ചെടുക്കുവാണ്. ഇത് ടാറിട്ട റോഡല്ല, മണ്ണിൻ്റെ റോഡാണ്. തൊട്ട് താഴത്ത് പോയാൽ റോഡുണ്ട്, പക്ഷെ അതും ഇതുപോലെ തന്നെ ചളിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇത് കറുത്ത മേഘം, ഇതാണ് കറുത്ത മേഘമുണ്ട്. എനിക്ക് തോന്നുന്നത് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ്. ഇതൊക്കെയും ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെ വീടാണ്. ഇവിടെ മുഴുവനും ഈ മലയുടെ ചെരുവിൽ മൊത്തം വീടാണ്. ഇത് കണ്ടോ, മുകളിൽ നിന്ന് താഴെ വരെയും ഓരോ ആൾക്കാരുടെ വീട്. ഈ ഉണങ്ങി കിടക്കുന്നതൊക്കെ മുന്തിരി വള്ളിയാണ്. അപ്പോൾ ഇതാണ് ഡിലിജൻ അങ്ങാടി, ഡിലിജൻ ജംഗ്ഷൻ വരുന്നത്. ഇന്നലെ ഓഫീസ് പറഞ്ഞത് ഡിലിജൻ അങ്ങാടി എന്നാണ്, പിന്നെ അവനത് മാറ്റി ജംഗ്ഷൻ ആക്കി. ഈ ഡിലിജൻ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ടൗൺ വരുന്നത് ചുറ്റും മലനിരകൾക്കിടയിലാണ്. ഇത് കണ്ടോ, ഇതിന് ചുറ്റും മലകളാണ്. ഈ എല്ലാ മലകളുടെയും, ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിലും മലയാണുള്ളത്. എല്ലാ മലകളുടെയും അടിവാരത്താണ് ഈ ഡിലിജൻ ടൗൺ വരുന്നത് അല്ലേ? കുടിവെള്ളമാണ്, ഈ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന കുടിവെള്ളമാണ്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം.
എന്തായിരിക്കും ഇവർ പറയുന്നത്? ഇവരെന്താ പറയുന്നേ? എന്താടാ പൈപ്പ് വെള്ളം നിൽക്കാത്തത്? എനിക്കും അറിയില്ല, ക്ഷമിക്കണം, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. നമ്മളിപ്പോൾ പാസ് ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റിന് നടുക്കൂടിയുള്ള റോഡാണത്. ഞങ്ങൾ പാർസ് ലേക്കിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആകെ 4 മനുഷ്യന്മാരെ നമ്മൾ ഇവിടെ കണ്ടുള്ളൂ. ഇതൊന്നും ഇപ്പോൾ സീസൺ അല്ലാതെ. ഇതാണ് പാർസ് ലേക്ക്. ഇങ്ങനത്തെ ഒരു ലേക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ലേ കാണുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലേക്ക് കാണുന്നത്. ഇതാണ് ആ ലേക്ക് വരുന്നത്. ലേക്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അങ്ങോട്ടേക്ക് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുകയാണല്ലോ. ഇപ്പോൾ പോകുന്ന വില്ലേജാണ് ഗോഷ് വില്ലേജ്. നമ്മൾ ഓൾറെഡി ആ വില്ലേജിൽ എത്തിക്കഴിഞ്ഞു. ഈ വില്ലേജിലുള്ള ആൾക്കാർക്ക് അങ്ങനെ പുറം ലോകവുമായിട്ട്, അതായത് പുറത്തേക്ക് അധികം ബന്ധമില്ല എന്നാണ് ഞങ്ങളുടെ ഈ ഡ്രൈവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു കൊശവാങ്ക് മൊണാസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും അർമേനിയയിൽ ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു മൊണാസ്ട്രി ആണെന്നാണ് Armenian church. അർമേനിയൻ ചർച്ച്. Yeah, Goshavank. Vank, it's Vank church, monastery. One. You're talking Hindi language? No, we No. don't know Hindi. No Hindi. We don't speak Hindi. പഴയൊരു വില്ലേജാണ്. ഭയങ്കര പഴക്കം ചെന്ന വീടുകളാണല്ലേ ഇവിടെ ഉള്ളതൊക്കെ. പഴക്കം ചെന്ന വീടുകളായിരിക്കില്ല, ചിലപ്പം ഇതായിരിക്കും ഇവിടുത്തെ വീടുകളുടെ മോഡലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ, Where is that monastery? On your right. ഇതാ. ആ, ഇപ്പം ഞങ്ങൾ മൊണാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ മൊണാസ്ട്രി കാണാൻ. ഇതാണ് മൊണാസ്ട്രി, ഷുവാങ്ക് മൊണാസ്ട്രി. 1191 നിർമ്മിച്ച പള്ളിയാണിത്. 1191 മുതൽ 96 വരെ എടുത്തു എന്നാണ് തോന്നുന്നത്. ഓക്കെ, അത് ഭയങ്കര തണുപ്പ് തോന്നുന്നുണ്ട്. അതിനകത്ത് കയറാൻ പറ്റുമോ? അതിനകത്ത് ഇവിടുത്തെ വില്ലേജ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പള്ളീൻ്റെ താഴോട്ട് നോക്കുമ്പോൾ പല പല പള്ളിയായിട്ടുള്ളത്. അതെ, ഇതിലിവിടെ എന്താ ഭയങ്കര ഒരു നിഗൂഢത ഇവിടെ മുഴുവൻ. നിഗൂഢതയൊന്നുമില്ല. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും തുറന്ന് കിടക്കും എല്ലാം. ഒരു കുതിരമല പോവുകയാണ്. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വാ, അങ്ങനെ ഞങ്ങൾ പാർസ് ലേക്ക് കണ്ടു. പിന്നെ കൊശവനെ കണ്ടു. അതെ, ഗോഷ് വില്ലേജിൽ പോയി, അതുപോലെ പാർസ് ലേക്കിലും പോയി. അപ്പോൾ ഈ 2 സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ യാൻഡെക്സ് വേറെ ടാക്സി, അവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് വേറെ ടാക്സി കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ടാക്സി ഡ്രൈവറോട് തിരിച്ചും നിങ്ങളെവിടെ ഡിവിഷനിൽ ഇറക്കി തരാൻ പറയണം, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ചെയ്യുന്നത് അവിടെ ഇറക്കി തരാൻ പറയണം, അല്ലെങ്കിൽ നിങ്ങളവിടെ പെട്ടുപോകും. പിന്നെ ഗോഷ് വില്ലേജ് പോകുമ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചില ആൾക്കാർ പറ്റിക്കും. എല്ലാ ആൾക്കാരും നല്ലവരാണെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യാൻഡെക്സിൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ 2800 ഡ്രാമാണ് വരുന്നത് അല്ലേ? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 5000 സംതിങ് വരും. ബട്ട് വെയിറ്റിംഗ് ടൈമിനും എക്സ്ട്രാ നമ്മൾ ഡ്രാം കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ ചില ആൾക്കാർ അതിന് കൂടുതലായിരിക്കും പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ട്
അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും യാൻഡക്സ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന മലയിലൊക്കെ ഇനി ഫ്യൂച്ചറിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള മലകളാണിത്.